ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന വിഷൻ 2031 വികസന സെമിനാറിന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. സുലേഖ ശശികുമാർ ചേരുകയാണ് വിശദ വിവരങ്ങളുമായി. സുലേഖ, ഈ ഒരു വികസന സെമിനാറിനെ കുറിച്ച് പറയുമ്പോൾ രമേശ് ചെന്നിത്തല വലിയ തരത്തിലുള്ള തുറന്ന കത്തൊക്കെ ഇതിനെതിരെ എഴുതിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് വലിയ തരത്തിൽ വിപുലമായ ചടങ്ങുകളോടുകൂടിയാണ് ഈ വികസന സെമിനാർ ഇന്ന് ആരംഭിക്കുന്നത്, അല്ലേ? തീർച്ചയായും സിന്ദൂരി, വികസന സെമിനാർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കേരളം 10 വർഷം കൊണ്ട് നേടിയ വികസനങ്ങളുണ്ട്. വലിയ നേട്ടമാണ്. വിഴിഞ്ഞമടക്കമുള്ള കാര്യങ്ങളിൽ, റോഡടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വികസനമാണ് കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം നേടിയത് എന്നുള്ളത് തന്നെയാണ്. കാലങ്ങളെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളം നേടിയത് എന്നുള്ളത് തന്നെയാണ്. അത് ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ 2027 മുതൽ 2031 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം വികസനം, എന്തൊക്കെ നേട്ടങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വികസന സെമിനാറിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള വിദഗ്ധർ ഈ സെമിനാറിൻ്റെ ഭാഗമാകും. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. എന്തായാലും വികസനവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ സെമിനാർ. ഈ സെമിനാറിൽ റമീല ഥാപ്പർ, അതിനൊപ്പം തന്നെ നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ സെമിനാറിൽ പങ്കെടുക്കും. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ ഈ സെമിനാറിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തുറന്ന കത്ത് ഇത്തരത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെയും തള്ളിക്കൊണ്ടാണ് ഈ അതിഥികളൊക്കെ തന്നെയും ഈ സെമിനാറിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വിഷൻ 2031 എന്ന പേരിലാണ് ഈ വികസന സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാറിന് മുന്നോടിയായി 14 ജില്ലകളിലും ഇത്തരത്തിൽ വികസന സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു. ആ വികസന സെമിനാറിൽ ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങൾ, ചർച്ചകൾ അതൊക്കെ തന്നെയും ഇവിടെയും ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരുടെ പങ്കാളിത്തം ഈ വികസന സെമിനാറിൽ ഉണ്ടാകും. അതിനൊപ്പം തന്നെ 2031 ഏതൊക്കെ തരത്തിലുള്ള വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, അത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും വികസനത്തിന്റെ സ്വാദ് അറിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2031 എത്തുമ്പോഴേക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഇനി വിപുലീകരണം വേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇനി വളർച്ച വേണ്ടത്, കേരളം കൈവരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് വികസന സെമിനാറിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭാവി വികസനത്തിനുള്ളൊരു സമഗ്രമായ ഒരു നയരൂപീകരണം അത് ഈ സെമിനാറിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വികസന സെമിനാർ വിഷൻ 2031 എന്ന് പറയുന്ന വികസന സെമിനാർ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ, നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമർത്യ സെൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ സെമിനാറിൻ്റെ ഭാഗമാകും. എന്തായാലും നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തുറന്ന കത്തടക്കം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിഷൻ 2031 എന്ന് പറയുന്ന വികസന സെമിനാറിൽ റമീല ഥാപ്പർ അടക്കമുള്ള ആളുകൾ പങ്കാളികളാകുന്നത്. അതെന്തായാലും വലിയ തിരിച്ചടിയായി രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പക്ഷേ പ്രതിപക്ഷം കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വരുന്ന ചില നയങ്ങളുണ്ട്. ഈ സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമീപനം അത് പ്രതിപക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നു. ഈ പരിപാടിയിലും അങ്ങനെ തുടരുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും 3 ദിവസം നീണ്ടു നിൽക്കുന്ന വികസന സെമിനാറാണ്. നാളെ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളിലൂന്നിയ സെമിനാറുകൾ നടക്കും. വിവിധ വേദികളിലായാണ് ഇത്തരത്തിൽ ടെക്നിക്കൽ പരമായിട്ടും അല്ലാതെയുമുള്ള സെഷനുകളൊക്കെ തന്നെയും നടക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. സിന്ധൂരി. ശരി സുലേഖ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാവിയുടെ വികസനത്തിന്റെ നേർക്കാഴ്ചകൾ വിദഗ്ധരുൾപ്പെടെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വികസന സെമിനാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, വികസനത്തിന്റെ രുചി എല്ലാവരിലേക്കും എത്തണം. ആ ഒരു ലക്ഷ്യത്തിലേക്കിന്റെ ഒരു സാക്ഷാത്കാരമായിട്ടാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ, സെമിനാറുകളും മറ്റും നടത്തുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സുലേഖ ശശികുമാർ പങ്കുവച്ചത്.